പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ അതിരൂക്ഷമാണ്. US ആക്രമണത്തിൽ ആണവോർജ്ജം തകർന്നെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. അമേരിക്കയെ ഒരിക്കലും മറക്കാനാകാത്ത പാഠം പഠിപ്പിക്കുമെന്ന് മുജ്തബ ഖമനേയി വ്യക്തമാക്കുന്നു. അതേസമയം സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ സംഘം നാളെ പാകിസ്ഥാനിലെത്തും. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില 3% വർദ്ധിച്ചിട്ടുണ്ട്. ആശങ്കയോടെയാണ് ലോകരാഷ്ട്രങ്ങൾ ഇക്കാര്യങ്ങൾ ഉറ്റുനോക്കുന്നത്. തുടർച്ചയായ 9ാം ദിവസവും ഇറാൻ അമേരിക്ക സംഘർഷങ്ങൾക്ക് അയവില്ല. ഇറാനിയൻ സൈനിക ശേഷി തകർക്കുകയെന്ന ലക്ഷ്യത്തോടെ US സെൻട്രൽ കമാൻഡ് വ്യോമാക്രമണം ശക്തമാക്കി. ഇറാന്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തന്ത്രപ്രധാന ദർഘോവിൻ ആണവ നിലയത്തിന് നേരെ അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ഇറാൻ ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചു. തന്ത്രപ്രധാന മേഖലകൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ അമേരിക്കയെ ഒരിക്കലും മറക്കാനാകാത്ത പാഠം പഠിപ്പിക്കുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി പ്രതികരിച്ചു. സൈനിക ലക്ഷ്യങ്ങളിൽ നിന്ന് മാറി ജനവാസ മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് സംഘർഷം വ്യാപിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതേസമയം ഗൾഫ് മേഖലകളെ കേന്ദ്രീകരിച്ചാണ് ഇറാൻ ആക്രമണം. കുവൈറ്റിലെ സമുദ്രജലം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് ഉൾപ്പെടെയുള്ള ജലവിതരണ ശൃംഖലകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഗൾഫ് മേഖലയിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ കുടിവെള്ള ലഭ്യതയെ ഇത് സാരമായി ബാധിച്ചേക്കാം. അതേസമയം സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ സംഘം നാളെ പാകിസ്ഥാനിലെത്തും. വടക്കൻ ഇറാഖിൽ തകർക്കപ്പെട്ട ഇറാനിയൻ ഡ്രോണിൽ നിന്നുള്ള പൊട്ടിത്തെറിക്കാത്ത വെടിക്കോപ്പുകൾ നിയന്ത്രിതമായി നിർവീര്യമാക്കുന്നതിനിടയിൽ ഒരു US സൈനികൻ കൊല്ലപ്പെട്ടു. ഇതോടെ നിലവിലെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട US സൈനികരുടെ എണ്ണം 17ആയി. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി അടച്ചതിനെ തുടർന്ന് ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില 3% വർദ്ധിച്ചു. ആഗോളതലത്തിൽ ലഭ്യമാകുന്ന എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും 1/5 ഭാഗവും ഗൾഫ് മേഖലയിൽ തടസ്സപ്പെട്ടിരിക്കുന്നതിനാൽ വരും ദിവസങ്ങളിലും വിലക്കയറ്റം തുടരുമെന്നാണ് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത്. കൂടാതെ ഒമാനിലെ കുംസാറിന് സമീപം ഒരു കപ്പലിന് തീപിടിച്ചതായി യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV.